നമ്മുടെ രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അഭിമുഖ സംഭാഷണം. ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആളുകൾ വന്ന് രേണു സുധിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുള്ള മറുപടി കൊടുക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം, കൊല്ലം സുധിയുടെ ശരീരത്തിലെ മണം കൊണ്ട് ഒരു സ്പ്രേ ഉണ്ടാക്കിയ ഒരു സംഭവം മുമ്പുണ്ടായിട്ടുണ്ട്. അതായത് കൊല്ലം സുധി മരിച്ചതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയോട് രേണു പറയുന്നുണ്ട്, എൻ്റെ ചേട്ടൻ്റെ മണം എനിക്ക് വേണം, അങ്ങനെ സ്പ്രേ ഉണ്ടാക്കാമെന്ന് യൂട്യൂബിൽ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്തു തരാമോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ആ സീൻ നമുക്കൊന്ന് കാണാം. അന്ന് രേണു പറഞ്ഞ കാര്യം, എൻ്റെ ചേട്ടൻ്റെ സ്മെല്ല് ലൈഫ് ലോങ് എനിക്ക് വേണം. കാരണം ആ ഒരു വ്യക്തിയോട് അത്രയ്ക്കും അടുപ്പമുള്ള, അത്രയ്ക്കും അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് രേണു പറഞ്ഞ സംഭവം ഇതാണ്, ആ മണം എനിക്ക് വേണം, അതുപോലുള്ള സ്പ്രേ വേണം. അത് നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ ലക്ഷ്മി നക്ഷത്രയൊക്കെയാണ് അതിനുവേണ്ടി ഒരുപാട് എഫോർട്ട് എടുത്തത്. അപ്പോൾ ഈ വിഷയത്തിൽ ഒരുപാട് സഹതാപ തരംഗങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായി, പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്ന് വന്ന ഒരു ഇൻ്റർവ്യൂവിൽ, ആ വീഡിയോയിൽ ഈ സമാന സംഭവത്തെക്കുറിച്ച്, അതായത് കൊല്ലം സുധിയുടെ മണം വെച്ചുണ്ടാക്കിയ സ്പ്രേയുടെ കാര്യത്തെക്കുറിച്ച് ഇവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഈ രേണു സുധി കൊടുക്കുന്ന മറുപടിയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അയ്യോ, ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം അല്ല. നിങ്ങൾ എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട്, പെർഫ്യൂം തീർന്നു, പെർഫ്യൂമിന്റെ മണം തീർന്നു, ദാസേട്ടന്റെ മണം അടിച്ച് പെർഫ്യൂം ആക്കുക. ഇതൊക്കെ എപ്പോഴും എന്റെ പൊന്ന സുഹൃത്തുക്കളെ, ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല. അത് സുധിച്ചേട്ടന്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിച്ചുവിനും പിന്നെ എന്റെ വീട്ടുകാർക്കും കുറച്ച് പേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ്. അത് അടിച്ചിട്ടേ ഇല്ല, ഇന്ന് ഈ നിമിഷം വരെ ദേഹത്ത് അടിക്കുന്ന പെർഫ്യൂം അല്ല അത്. സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണം വേണമെന്ന് തുറന്നിട്ടൊന്ന് മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സുധിച്ചേട്ടന്റെ സാന്നിധ്യം എവിടെയോ ഉണ്ടെന്ന്. അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ്, അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അത് മണത്താൽ ഇവിടെ ഓടും. അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന്. അതായത് സുധിച്ചേട്ടൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കുന്നതിനൊക്കെ മുന്നേ ഷട്ടൂരി ഇടത്തില്ലേ, അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ്. അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചുകൊണ്ട് നടക്കുന്നത്? അത് അടിക്കാൻ പറ്റുന്ന അല്ല. അത് തീർന്നിട്ടും ഇല്ല, അത് അതുപോലെ ഇരിപ്പുണ്ട്. കുപ്പിയിൽ അതുപോലെ ഇരിപ്പുണ്ട്. ഇന്ന് വരെ അതെടുത്ത് അടിച്ച് നോക്കിയിട്ടില്ല. ഈ സ്പ്രേ ഉണ്ടാക്കുന്ന സമയത്ത് രേണു എന്താണ് പറഞ്ഞത്? ലൈഫ് ലോങ് ഈ മണം എൻ്റെ കൂടെ വേണമെന്ന്. അപ്പോൾ അത്രയ്ക്കും ആഗ്രഹമുള്ള ആളാണ് ഈ രേണുവെങ്കിൽ, ലൈഫ് ലോങ് ആ മണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ഒന്ന് എടുത്ത് അടിക്കാം, അല്ലേ? അല്ലെങ്കിൽ പോകുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം, അതെൻ്റെ ബാഗിൽ വെച്ച് കൊണ്ടുപോകാം. കാരണം അത്രയും സ്നേഹമാണല്ലോ, അത്രയും അറ്റാച്ച്മെൻ്റ് ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലൊരു സ്പ്രേ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയതും ലൈഫ് ലോങ് അത് വേണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോയോ? എന്നിട്ടിപ്പം പറയാണ് അത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓടുവന്ന്. അത്രയ്ക്കും വൃത്തികെട്ട സ്മെല്ലാണ് അതിനെന്നാണ് രേണു പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇത് അടിപൊളിയായിട്ടുണ്ട്. കാരണം രേണുവിൻ്റെ പല വീഡിയോകളും ചെയ്യുമ്പോഴും രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം ഞാനും പലപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ പറയാറുള്ളത്, അവർക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ അഭിനയിക്കട്ടെ, അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല വീഡിയോയിൽ വിട്ടിട്ടുണ്ട്. പക്ഷേ രേണുവിൻ്റെ ഈ ഒരു പ്രസ്താവനയോട് നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും അത് കൊല്ലം സുധിയോടുള്ള വളരെ നിന്ദാപരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് രേണു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം എല്ലാവരും ഈ ഒരു വിഷയം എടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ന്യായീകരണമൊക്കെ ആയിട്ട് വരും. കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ഈ നെഗറ്റീവ് കമൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ബൂസ്റ്റ് കുടിക്കുന്ന പോലെയാണ്. അത് കാണുമ്പോഴാണ് എനിക്ക് അങ്ങോട്ട് സകല എനർജിയും കയറി വരുന്നത്. പിന്നെ എനിക്ക് എൻ്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാണെന്നാണ് ഇപ്പം രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊക്കെ കുറച്ച് കാലത്തേക്കുള്ളത്. ഈ സോഷ്യൽ മീഡിയ ലൈഫ് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. രേണുവിനെക്കാളും ഇതിലും വലിയ കത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇന്ന് അവരെവിടാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. അപ്പോൾ രേണുവിനോട് പറയാനുള്ളൊരു കാര്യമുണ്ട്, രേണുവിനെ അഭിനയിക്കാം, റീൽസിലൊക്കെ അഭിനയിക്കാനൊന്നും കുഴപ്പമില്ല, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. രേണുവിനെ കുറിച്ചുള്ള ചില വീഡിയോകളിൽ ചില കമൻറ്റുകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സുധി ജീവിച്ചിരുന്നപ്പോൾ ഇല്ലാത്ത സ്നേഹമാണ് ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നത്, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് എനിക്ക് തിരുത്താൻ തോന്നുന്നുണ്ട്. ഈ സംഭവം കണ്ടപ്പോൾ തീർച്ചയായിട്ടും അവർ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി. രേണു ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലുമൊക്കെ ന്യായീകരണമായിട്ട് വരും, അതും പ്രതീക്ഷിച്ചിരിക്കുക. കൊണ്ടുപോകാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ.